അറിയുന്നതിനായി ഐമാക്സ് റൈസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ശ്രീ അബ്ദുൽ വാരിഷ് CP അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെയധികം സന്തോഷം നിറഞ്ഞ സായാഹ്നത്തിലാണ് നമ്മളുള്ളത്. രാവിലെ ഒരല്പം നേരത്തെ നമ്മുടെ ആരാധനായ ഡെപ്യൂട്ടി മേയർ ഇവിടെ വന്ന് നമ്മളെ ബൂട്ട് എല്ലാവർക്കുമായി തുറന്നു പ്രദർശിപ്പിക്കാനുള്ള പ്രദർശനോദ്ഘാടനം ചെയ്തു. ശേഷം വിവിധങ്ങളായ അതിലെല്ലാം ഉപരിയായി നമ്മുടെ മന്ത്രി കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രിയും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ അഹമ്മദ് ദേവർകോവിൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ നിർവഹിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ബൂട്ട് കൈമാറുന്നത് ഖത്തർ, അതായത് ഫോക്കസ് ഇന്റർനാഷണലിന്റെ ഖത്തർ ചാപ്റ്റർ ഈവന്റ് മാനേജറായ എൻ്റെ സുഹൃത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അസ്കറിന് അദ്ദേഹം കൈമാറാണ്. കാരണം നമ്മുടെ ഫോക്കസ് ഇന്റർനാഷണലാണ് ഖത്തറിൽ ഈ ബൂട്ടിനെ സ്വീകരിക്കുന്നതും ബൂട്ടിന് ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഖത്തറിൽ നടത്തുന്നതും ഫോക്കസ് ഇന്റർനാഷണൽ എന്ന സന്നദ്ധ സംഘടനയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് GCC കൺട്രീസിലുള്ള യുവജനങ്ങൾക്കിടയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഫോക്കസ് ഇന്റർനാഷണലിന്റെ പ്രതിനിധി അസ്കറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായി നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സാഹിബിനെ എൻ്റെ സ്വന്തം പേരിലും കമ്പനിയുടെ പേരിലും ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ സുഹൃത്ത് ഫോക്കസ് ഇന്റർനാഷണലിന്റെ ഈവന്റ് മാനേജർ കൂടായ അസ്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. അസ്കറിനെയും ഞാൻ വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ സ്വന്തം പേരിലും കമ്പനിയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ റിപ്പോർട്ട് ഇവന്റിൻ്റെ കോർഡിനേറ്റർ മജീദ് പുളിക്കൽ, സ്വാഗതം ആശംസിച്ച ഐമാക്സ് റൈസ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാൻ അബ്ദുൽ വാരിഷ് CP, നേരത്തെ ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പോയ ഡെപ്യൂട്ടി മേയർ മുസഫർ അഹമ്മദ്, സ്റ്റേജിൽ ഉപവിഷ്ടരായ ഡോക്ടർ അൻവർ, മിസ്റ്റർ മുഹമ്മദ് അലി, ചെയർമാൻ പാരസൺ ഗ്രൂപ്പ്, കാലിക്കറ്റ് ചേംബറിൻ്റെ പ്രസിഡന്റ് സുബൈർ കൊളക്കാടൻ, ബാബുരാജ് CEO പോലീസ്, രാകേഷ് പ്രസ് സെക്രട്ടറി, മിസ്റ്റർ ബഷീർ, ബന്ന ചേതമംഗലൂർ, കുഞ്ഞാമ തുടങ്ങി പ്രിയപ്പെട്ട സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ബിസിനസ് രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ സായാഹ്നം തികച്ചും കോഴിക്കോട്ടുകാർക്ക് ഒരു ആഹ്ലാദ തിമർപ്പിൻ്റെതാണ്. കോഴിക്കോടിൻ്റെ നാമം ലോക ഭൂപടങ്ങളിൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു ഇവൻറ്റിൻ്റെ തുടക്കത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷക്കാലത്തെ കോവിഡുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ഉതകുന്ന ഒരു മാനസികാവസ്ഥയുമായി നാം വീണ്ടും ഇതുപോലെയുള്ള സായാഹ്നങ്ങൾ, ഇത്തരം ബീച്ച് പോലെയുള്ള പ്രദേശങ്ങളിൽ ചിലവഴിക്കുന്നതിനിടയിലാണ് ഇതുപോലെയുള്ള സന്തോഷകരമായ ചില ഇവൻസുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്തെ പ്രമുഖ ബിരിയാണി അരി നിർമ്മാതാക്കളും ജീരകശാല അരിയുടെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരുമായ ഐമാക്സ് ഗോൾഡ് റൈസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ബൂട്ട് പ്രമുഖ ആർട്ടിസ്റ്റും ക്യൂറേറ്ററുമായ ദിലീപിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ബൂട്ട് ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ഖത്തർ പത്രത്തിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഇവിടെ നിന്നും പുറപ്പെടുകയാണ്. നിരവധി ഗിന്നസ് റെക്കോർഡുകൾ പുറമെയാണ് ദിലീപ് എന്ന് നമുക്കറിയാം. 4 മാസത്തെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി സാരഥികളുണ്ട് എന്ന് നമുക്കറിയാം. അവരെയെല്ലാം കേരള ഗവൺമെൻറ്റിന് വേണ്ടി അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഈ അവസരം
ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ലോക ഭൂപടത്തിൽ രേഖപ്പെടുത്താൻ ഈ പരിപാടിയുടെ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നൽകുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂൾ നമ്മുടെ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ സർ, ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ പ്രതിനിധി ശ്രീ അസ്കറിന് നൽകുന്ന ചടങ്ങിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന മുഹൂർത്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചരിത്രങ്ങളും ഇതിഹാസങ്ങൾക്കും ഇടമായി തീർന്ന കോഴിക്കോട് കടപ്പുറത്തിന്റെ മണ്ണിലിടാൻ മറ്റൊരു ഇതിഹാസം ജനിക്കുകയായി. നമ്മുടെ ഈ ബിഗ് ബോട്ട് ഖത്തറിലേക്ക് യാത്ര തിരിക്കുകയാണ്. പ്രിയങ്കരനായ ഫോക്കസ് ഇന്റർനാഷണൽ സാരഥി മിസ്റ്റർ അഷ്കർ അവിടെ അത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അഷ്കർ നമ്മുടെ സംവദിക്കുകയായി സ്നേഹപൂർവ്വം അഷ്കറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വലിയൊരു പ്രൊജക്ട് ഗീനസ് ഗ്രീഫ് അതുണ്ടാക്കും ഐമാക്സ് ഗോൾഡ് നൽകുന്നു. ഫോക്കസ് ഇന്റർനാഷണൽ എന്ന സന്നദ്ധ സംഘടന അത് ഏറ്റെടുക്കുന്നു. ഖത്തറിലെ അതിന്റെ പ്രദർശനവും അനുബന്ധ കാര്യങ്ങളും ഇങ്ങനെ വലിയൊരു കൂട്ടായ്മയുടെ സഫലീകരണം കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. സന്തോഷത്തോടെ അഷ്കറിനെ വേദിയിലേക്ക് ശ്രദ്ധിച്ചു. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് നമ്മുടെ തൊട്ടടുത്തന്നാണ് സംഭവിക്കാൻ പോകുന്നത്. ഖത്തർ എന്ന മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് ആദ്യമായി ഫിഫ വേൾഡ് കപ്പ് മിഡിൽ ഈസ്റ്റിലെത്തുന്ന സമയത്ത് ഖത്തർ അത് അവിസ്മരണീയമാക്കാൻ വേണ്ടി ഖത്തർ ഭരണകൂടം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദാർഹമാണ്. അതിനുള്ള ടൈറ്റിൽ തന്നെയാണ് അവർ വെച്ചത്, എക്സ്പെക്ട് ദ അമേസിംഗ്. ഓരോ നിമിഷങ്ങളിലും ഓരോ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ട് കാണികളെ ഈ ഫുട്ബോൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും ഒരു പുത്തൻ അനുഭവം നൽകാനാണ് ഖത്തർ ഭരണകൂടവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫിഫയും ഖത്തർ ഔദ്യോഗിക കമ്മിറ്റികളുമെല്ലാം പരിശ്രമിക്കുന്നത്. അങ്ങനെ ഓരോ അമേസിംഗ് നടത്തുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു അമേസിംഗ് ആണ് ഈ വേൾഡ് ഈ വലിയ ബൂട്ട് എന്നുള്ളത്. ലോകത്ത് ഇന്നേ വരാൻ ഇത്ര വലിയ ഫുട്ബോൾ ബൂട്ട് നിർമ്മിച്ചിട്ടില്ല. അത് നമ്മുടെ ഈ ഒരു ഖത്തർ വേൾഡ് കപ്പിൽ കയ്യൊപ്പ് ചാർത്താൻ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്ത്യക്കാരനിൽ നിന്ന് നമുക്ക് വളരെ അഭിമാനമാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണിൽ കോഴിക്കോട് മണ്ണിൽ നിന്ന് തുടങ്ങുന്നത് ഏറെ അഭിമാനകരമാണ്. ഫോക്കസ് ഇന്റർനാഷണൽ ആണ് ഖത്തറിൽ ഇതിൻ്റെ പ്രദർശനവും കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ 16 വർഷമായി ഫോക്കസ് ഖത്തറിൽ രൂപം കൊണ്ട് ഫോക്കസ് ഖത്തർ എന്ന നാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പിന്നീട് അത് പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 6 വർഷമായി ഇന്റർനാഷണൽ അന്തർദേശീയമായി പ്രവർത്തിക്കുകയാണ്. യുവാക്കളുടെ ഒഴിവു സമയവും കർമ്മശേഷിയും സാമൂഹ്യ നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ആശയത്തിലാണ് ഫോക്കസ് ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നത്. ഈ ഒരു മഹത്തായ ഗിന്നസ് റെക്കോർഡിൽ നമ്മൾ കരുതുന്ന ഈ ബൂട്ട് ഖത്തറിലെ പ്രമുഖമായ കായിക വിനോദ മേഖലകളിൽ പ്രദർശിപ്പിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള അനുമതിക്കായുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ വളരെ രീതിയിൽ തന്നെ നമുക്കറിയാം, ലോകം ഉറ്റുനോക്കുന്ന സമയമാണ് ഖത്തർ ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത്. ആ സമയത്ത് ഇത്ര വലിയൊരു സംരംഭമായി നമുക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നതിൽ ഏറെ അഭിമാനകരമാണ്. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട്
നിർത്തുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും. താങ്ക് യു. അണിയിച്ചുകൊണ്ടാണ് പ്രിയങ്കനായ ഫൈസൽ ഹുസൈൻ ഇരുവഴിഞ്ഞിപ്പുഴയുടെ മണവാട്ടിയും സുൽത്താൻമാരും ആസാമി ഭാഷയിൽ നിർവഹിച്ച ഹ്രസ്വചിത്രമാകുന്ന ജ്യോതി തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയ സംവിധായകനും പ്രഗത്ഭനായ എഴുത്തുകാരനുമാണ് ഫൈസൽ ഹുസൈൻ. ഫൈസൽ ഹുസൈനെ മുഹബത്തിൻ ബിരിയാണി കിസ എന്ന ഐമാക്സ് ഗോൾഡിന്റെ പാചകക്കാരുടെ കഥ പറയുന്ന ഹ്രസ്വചിത്രം ആവിഷ്കരിച്ചിരുന്നുള്ള അനുമോദനമാണ് വേദി നൽകിയിരിക്കുന്നത്. താങ്ക് യു. എ ബിഗ് ക്ലാപ്പ്. ശ്രീ റൌഫും മിസ്റ്റർ നൗഷാദ് നൗഷിയും ചേർന്നുള്ള മനോഹരമായിട്ടുള്ള ഈശ്വരികൾ ഇവിടെ പെയ്തിറങ്ങുകയാണ്. കോഴിക്കോട് മധുരത്തിന്റെയും സംഗീതത്തിന്റെയും പട്ടണം കൂടിയാണ് കോഴിക്കോട്. സ്നേഹാദരണീയനായ ഫോക്കസ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി സിഇഒ ഡോക്ടർ നബീദ് അരീകോട് ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഫോക്കസ് ഇന്ത്യയുടെ സിഒഒ മിസ്റ്റർ ഇജാസ് കാലിക്കറ്റ് ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗായകൻ നമ്മുടെ നമസ്കാരം. ബഹുമാനപ്പെട്ട തുറമുഖ മന്ത്രി ശ്രീ അഹമ്മദ് ദേവർ കോവിൽ ഇതിവിടെ ആശംസകൾ